ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ BK808 ക്രിക്കറ്റ് ഫീവർ. സോ കുറച്ച് നാളെ നമ്മൾ വീഡിയോസൊന്നും ചെയ്യുന്നില്ലായിരുന്നു. നമ്മുടെ 2020 വേൾഡ് കപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മൊത്തത്തിലൊരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പിച്ചായിരുന്നു ടോട്ടലായിട്ട്. അപ്പോൾ ആദ്യത്തിൽ അത് മൊത്തത്തിൽ പറഞ്ഞിരുന്നത് ഒരു സ്പിൻ ഓറിയൻറ്റഡ് പിച്ച് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. എന്നാൽ സ്പിന്നിന് തീരെ അനുകൂലമല്ലാത്ത, ഫാസ്റ്റ് ബോളേഴ്സിന് മാത്രം അനുകൂലമുള്ള പിച്ചും, എന്നാൽ ബാറ്റിങ്ങിന് ഒട്ടും തന്നെ ഒരു അനുകൂലമല്ലാത്തൊരു പിച്ച് കൂടിയായിരുന്നു. ബൗളേഴ്സ് ഡൊമിനേറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ മൊത്തത്തിൽ കണ്ടുവന്നത് തന്നെ. അത് നമ്മുടെ ഇന്ത്യയുടെ ഒരു ടോട്ടൽ ഇത് പറയുകയാണെങ്കിൽ നമുക്ക് സഞ്ജു സാംസൻ്റെ കാര്യമാണ് മെയിൻലി ഇതിൽ പറയാനുള്ളത്. കാര്യം ഫസ്റ്റ് ഒരു വാമപ്പ് മാച്ചിലാണ് സഞ്ജു സാംസൺ ഒരു ചാൻസ് ഇന്ത്യ കൊടുത്തത് തന്നെ. അതിൽ പറയുകയാണെങ്കിൽ ഓപ്പണിംഗ് ആയിട്ടാണ് സഞ്ജു സാംസണിനെ ഇറക്കിയത്. സഞ്ജു സാംസൺ ഇതുവരെ ഓപ്പണിംഗ് ആയിട്ട് ഇറങ്ങിയിട്ടൊരു റെക്കോർഡ് സഞ്ജു സാംസൺ ഇല്ല. നോർമലി 1 ഡൗൺ ബാറ്റ്സ്മാൻ ആണ്, അല്ലെങ്കിൽ ഫിഫ്ത്ത് ഇറങ്ങാറുണ്ട്. എന്നാൽ ഓപ്പണിംഗ് ഇറങ്ങിയ ഒരു ശീലമൊന്നും സഞ്ജു സാംസൺ ഇല്ലായിരുന്നു. ഫസ്റ്റ് രോഹിത് ശർമ്മയോടാണ് സഞ്ജു സാംസൺ ഓപ്പണിങ്ങിന് ഇറങ്ങിയത്. അതേസമയം ബംഗ്ലാദേശിനോട് കളിക്കുന്ന ഇതിൽ പിച്ച് എങ്ങനത്തെയെന്ന് പോലും അറിയാൻ വയ്യാത്തൊരു സാഹചര്യത്തിലുള്ള ഒരു ടോട്ടൽ തന്നെയായിരുന്നു. ആ ഒരു മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ 182 ഓൾ ഔട്ട് ആവുകയാണ് ചെയ്തത്. ആ ഒരു സ്കോർ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ബാറ്റ് ചെയ്ത ഇന്ത്യ പിന്നെ രോഹിത് ശർമ്മ 23 റൺസ് സ്കോർ ചെയ്യുകയും എന്നാൽ ഋഷഭ് പന്ത് 53 റൺസ് സ്കോർ ചെയ്യുകയും ചെയ്തിരുന്നു. ബാക്കി എല്ലാവരും തരക്കേടില്ലാത്ത റൺസ് സ്കോർ ചെയ്ത് തന്നെയാണ് മുമ്പോട്ട് പോയത്. അതിൽ സഞ്ജു സാംസൺ തീരെ ഒരു ബൗൾഡായി, തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു LBW ആണ് സഞ്ജു സാംസൺ ആയത്. അപ്പോൾ അതൊക്കെ നിർഭാഗ്യങ്ങളാണ്. പക്ഷേ അതിനുശേഷം സഞ്ജു സാംസൺ ആ ഒരു റീസൺ കൊണ്ടാണ് സഞ്ജു സാംസണ് കിട്ടാതിരുന്നത്. എന്നാൽ അതുവരെ സഞ്ജു സാംസനെ അനുകൂലിച്ചു കൊണ്ടിരുന്ന എല്ലാവരും തന്നെ സഞ്ജു സാംസണെതിരെ ഒരു ഇതുണ്ടാകുന്നത്, ഇത്രയും നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് കളിച്ചില്ല എന്നുള്ളത്. പിന്നെ ക്രിക്കറ്റിനെ കുറിച്ച് നമുക്ക് തന്നെ എല്ലാവർക്കും അറിയാം, ഒരു പ്രെഡിക്റ്റബിളും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പിച്ചിൽ ഏത് രീതിയിലായിരിക്കും കളികൾ പോകുക എന്നുള്ളത്. അപ്പോൾ അത് രോഹിത് ശർമ്മ പിന്നീട് പറഞ്ഞിട്ട് തന്നെ ഉണ്ടായിരുന്നു. കാരണം ഒരു ബാറ്റ്സ്മാനോ അല്ലെങ്കിൽ തീരെ അനുകൂലമായിട്ടുള്ളൊരു പിച്ചല്ല, ഒട്ടും ഒരു ഡ്രോപ്പ് ഇൻ പിച്ചാണ് അവർ ടോട്ടലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഡിഫക്റ്റുകൾ എല്ലാത്തിലും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ത്യയുടെ ഫസ്റ്റ് മാച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ വേഴ്സസ് അയർലൻഡ് ആയിരുന്നു. ഇന്ത്യ വേഴ്സസ് അയർലൻഡിൽ നോർമലി വിരാട് കോഹ്ലിയാണ് ഓപ്പണിംഗ് ആയിട്ട് ഇറങ്ങിയത്. വിരാട് കോഹ്ലി എനിക്ക് തോന്നുന്നു IPL ഓപ്പണിംഗ് ഇറങ്ങുന്നത് കൊണ്ടാവാം വിരാട് കോഹ്ലിയെ രോഹിത് ശർമ്മയുടെ കൂടെ ഓപ്പണിംഗ് ആയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവിടെയും പക്ഷേ വിരാട് കോഹ്ലിക്ക് തീരെ ശോഭിക്കാൻ സാധിച്ചില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ സഞ്ജുവിൻ്റെ ഗതിയും സെയിം തന്നെയല്ലേ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ബാക്കിയുള്ള നോർത്ത് ഇന്ത്യൻ പ്ലേയേഴ്സിന് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് സഞ്ജു സാംസൺ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ട വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അതിൽ പറയുകയാണെങ്കിൽ രോഹിത് ശർമ്മ ഹാഫ് സെഞ്ചുറി എടുത്ത് റിട്ടയർഡ് ഹേർട്ട് ആയപ്പോൾ വിരാട് കോഹ്ലി വെറും 1 റൺസ് എടുത്താണ് ഔട്ടായത്. തുടർന്ന് വന്ന പന്ത് നല്ല സ്കോർ കാഴ്ചവെച്ചുവെങ്കിലും സൂര്യകുമാർ യാദവ് വെറും 2 റൺസിന് ഔട്ടാവുകയും ഡുബെ 2 ബോളിൽ 0 എടുത്ത് നോട്ട് ഔട്ട് ആവുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ബാറ്റിങ്ങിന് ഒട്ടും അനുകൂലമല്ലാത്ത പിച്ചിൽ സാധാരണഗതിയിൽ ഔട്ടാവുന്നത് വളരെ സ്വാഭാവികം തന്നെയാണ്. പക്ഷേ അതിനെ വെച്ച് ഒരു ബാറ്റ്സ്മാനെ വിലയിരുത്തരുതെന്നുള്ളതാണ് ടോട്ടലി പറയാനുള്ളത്. അതിൽ ഇന്ത്യ 8 വിക്കറ്റ്സിന് വിജയിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് കളി പാകിസ്ഥാനുമായിട്ടായിരുന്നു. അതിൽ പറയുകയാണെങ്കിൽ ഋഷഭ് പന്താണ് നല്ല രീതിയിൽ മാച്ച് കളിച്ചതെന്ന് പറയാം. ഋഷഭ് പന്ത് പൊതുവേ മൊത്തത്തിൽ നല്ലൊരു പെർഫോമൻസാണ് ഈ കളിയിൽ ഉടനീളം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മാച്ചിന് ഇത് പറയുകയാണ് എങ്കിൽ ഫസ്റ്റ് ബാറ്റിംഗ് എടുത്ത ഇന്ത്യയുടെ ഇത് തന്നെയാണ്. രോഹിത് ശർമ്മ വെറും 13 റൺസ് എടുത്ത് ഔട്ടാവുകയും വിരാട് കോഹ്ലി 4 റൺസിന് ഔട്ടാവുകയും സൂര്യകുമാർ യാദവ് 7 റൺസിന്, ഡുബെ 3 റൺസ്, രവീന്ദ്ര ജഡേജ 1 റൺസ്. ഇതൊക്കെയാണ് ആ ഒരു സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ പന്തിന് അല്ലാതെ പിന്നെ ആ കൂടെ ഒരു 2 അക്ക സംഖ്യ കടതെന്ന് പറയുന്നത് രോഹിത് ശർമ്മ, അക്സർ പട്ടേൽ മാത്രമാണ്. 13 റൺസും 20 റൺസുമാണ് അവർ സ്കോർ ചെയ്തത്. ബാക്കി എല്ലാവരും ഒരു സിംഗിൾ ഫിഗേഴ്സിലാണ് നിന്നത്. സോ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നോക്കുകയാണെങ്കിൽ അവർ 6 റൺസിന് ഇന്ത്യ വിജയിക്കുകയുണ്ടായി. പാകിസ്ഥാനെതിരെ നേടി നല്ലൊരു വിജയം തന്നെയായിരുന്നു. ഒരു സമയത്ത് പാകിസ്ഥാൻ ജയിക്കുമെന്ന് തോന്നിയെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇന്ത്യ പിടിച്ചു നിൽക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. സോ ഇന്ത്യ നല്ല രീതിയിൽ വിജയിക്കുക തന്നെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ടുള്ള USA മാച്ച് പറയുകയാണെങ്കിൽ USAയും ഇന്ത്യയും ആദ്യത്തെ 2 കളികളും ജയിച്ച് തന്നെയാണ് മൂന്നാമത്തെ കളി തുടർന്നത്. സോ ഇന്ത്യക്കും USAയ്ക്കും അല്ല ആരായിരിക്കും ജയിക്കുക എന്നുള്ളൊരു ഒരു ക്രൂഷ്യൽ തന്നെയായിരുന്നു. എന്നാൽ USA ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലും ഇന്ത്യൻ പ്ലെയേഴ്സും ബാക്കി കാനഡ, പാകിസ്ഥാൻ എന്നുള്ള പ്ലെയേഴ്സൊക്കെയാണ് USA ഒരു പ്ലെയർ മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനെയൊക്കെ നോക്കുകയാണ് എങ്കിൽ തന്നെ സൂര്യകുമാർ യാദവും അതുപോലെ തന്നെ ദുബൈയുമാണ് അവിടെ നല്ല രീതിയിൽ കളിച്ചത്. സൂര്യകുമാർ യാദവ് ഹാഫ് സെഞ്ചുറി എടുക്കുകയുണ്ടായി, ഔട്ടായില്ല. അതുപോലെ തന്നെ ദുബൈയും 31 റൺസ് എടുക്കുകയുണ്ടായി 35 ബോളിൽ, ഔട്ടാവാതെ നിന്നു എന്നുള്ളത് തന്നെയാണ്. എന്നാൽ തുടക്കത്തിൽ ബാറ്റിങ്ങിന് ഇറങ്ങിയ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും നിരാശപ്പെടുത്തിക്കൊണ്ടാണ് കളി തുടങ്ങിയത്. രോഹിത് ശർമ്മ 6 പന്തുകളിൽ 3 റൺസ് എടുത്തപ്പോൾ വിരാട് കോഹ്ലി
ഫസ്റ്റ് ബോളിൽ തന്നെ ഡക്ക് ഔട്ടായി പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പന്തും 18 റൺസ് എടുത്ത് നോർമലായൊരു നല്ല ഒരു കളി കാഴ്ച വെച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. ഒരു സപ്പോർട്ട് കൊടുത്ത് നിന്നു എന്നുള്ളത് തന്നെ പറയാൻ സാധിക്കും. അടുത്ത മാച്ച്, ഫോർത്ത് മാച്ച് ഇന്ത്യ വേഴ്സസ് കാനഡ ആയിരുന്നു. ഇന്ത്യ വേഴ്സസ് കാനഡ മാച്ച് നടന്നില്ല, മഴ കാരണം കളി മാറ്റി വയ്ക്കുകയായിരുന്നു. കളി നിർത്തലാക്കുകയായിരുന്നു. അതുകൊണ്ട് ഒരു ബോൾ പോലും ചെയ്യാതെയാണ് ആ കളി അവസാനിപ്പിച്ചത്. അതിനുശേഷമുള്ള സൂപ്പർ 8 മാച്ചായിരുന്നു പിന്നെ നടന്നത്. സൂപ്പർ 8 മാച്ചിൽ ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാനാണ് കളി നടന്നത്. ഇവിടുത്തെ കളി നോക്കുകയാണെങ്കിൽ സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയുമാണ് വളരെ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. സൂര്യകുമാർ യാദവ് 53 എടുത്തപ്പോൾ ഹാർദിക് പാണ്ഡ്യ 24 ബോളിൽ 32 റൺസാണ് എടുത്തത്. ഇവിടെ നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി മറ്റുള്ള നിന്നും വ്യത്യസ്തമായിട്ട് അന്നത്തെ കളിയിൽ കുറച്ചെങ്കിലും ഒന്ന് കളിക്കാൻ സാധിച്ചു. എന്നാൽ വിരാട് കോഹ്ലിയെ നമുക്ക് വ്യത്യസ്തമായി കാണാൻ സാധിച്ചത് സിംഗിൾസും ഡബിൾസും എടുത്ത് കളിക്കുന്ന രീതിയിലാണ് നമുക്ക് കളി കാണാൻ സാധിച്ചത്. തുടർന്ന് വന്ന പന്ത്, രോഹിത് ശർമ്മ ഔട്ടായതിനു ശേഷം ഇറങ്ങിയ പന്തും 11 ബോൾ 20 റൺസ് എടുത്തുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കളി കാഴ്ചവെക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ബാക്കിയുള്ളവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഡുബെ ആയാലും ജഡേജ ആയാലും അവരൊക്കെ കളിക്കത്ത് വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വലിയൊരു സംശയം തന്നെയാണ്. ചുരുക്കത്തിൽ എല്ലാവരും പറഞ്ഞത് സഞ്ജു സാംസണ് തീരെ ഇൻ്റർനാഷണൽ മാച്ചസ് കളിച്ച് എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ട് സഞ്ജു സാംസൺ ഇതിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ബാക്കിയുള്ള പ്ലേയേഴ്സൊക്കെ എന്താണ് ചെയ്യുന്നത്? വിരാട് കോഹ്ലി ആയാലും ആ കൂടെ ഹയസ്റ്റ് സ്കോർ എനിക്ക് തോന്നുന്നു 24 ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ് ഒരു 3 കളികൾ കളിച്ചതിന് ശേഷമാണ് സൂര്യകുമാർ യാദവ് നല്ല രീതിയിൽ പിന്നെ കളിച്ച് വരുന്നുണ്ട്. പക്ഷേ ഡുബെ ആ രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ച് എത്തുന്നുണ്ടോ? ഇല്ല. ആ കൂടെ ഒരു കളിയിൽ മാത്രമാണ് ഡുബൈക്ക് ഒരു 30 റൺസ് എന്നുള്ള രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സഞ്ജു സാംസണും ഒരു ചാൻസ് കൊടുക്കേണ്ടതല്ലേ എന്നുള്ളത് ഇന്ത്യൻ പ്ലെയേഴ്സ്, പിന്നെ രോഹിത് ശർമ്മ, അതുപോലെ തന്നെ ടീം മാനേജ്മെൻറ്റ് ഒന്നും ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് അടുത്ത മാച്ച് ഉള്ളത്. ഇന്നത്തെ മാച്ച് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടൈറ്റായിട്ടുള്ളൊരു മാച്ച് തന്നെയാണ്. ഇന്നും കൂടുതലും ബൗളേഴ്സിനെ അനുകൂലിക്കുന്ന ഒരു പിച്ച് തന്നെ ആയിരിക്കും. ഇന്നത്തെ മാച്ചിൻ്റെ പ്രത്യേകത നമ്മളെ വാമപ്പ് മാച്ച് ബംഗ്ലാദേശിനൂടെ ആയിരുന്നു. അപ്പം ഇന്നും ബംഗ്ലാദേശിനൂടെയാണ് മാച്ചുള്ളത്. സോ ഇന്നത്തെ മാച്ച് പേസേഴ്സിന് അനുകൂലിക്കുന്ന പിച്ചാണ്. സോ കൂടുതലും ഇന്ത്യക്കാണ് ചാൻസ് കൂടുതലെങ്കിലും ബൗളേഴ്സായ നമ്മുടെ ബുംറ, അർഷദീപ് സിംഗ്, അതുപോലെ തന്നെ സിറാജ് കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് സംശയം തന്നെയാണ്. പിന്നെ ഹാർദിക് പാണ്ഡ്യയുണ്ട്. അപ്പം എങ്ങനെയായാലും ഇന്ത്യൻ ബൗളേഴ്സ് വളരെ സ്ട്രോങ് ആണ്. സോ അതുകൊണ്ട് ഇന്ത്യക്ക് വളരെ പേടിക്കാതെ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. സോ ബെസ്റ്റ് വിഷസ്. ഇന്ത്യക്ക് ഇത്തവണ വേൾഡ് കപ്പ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ. താങ്ക് യു.